അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ, ഒടുവിലെ ബുധൻ വളരെ ഗൗരവമേറിയ ഒരു ദിനമാണ്. ആ ദിവസത്തിൽ ഇറക്കപ്പെടുന്ന ആഫത്ത് ബലാഉകളെക്കുറിച്ചും അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുന്നതിനെ സംബന്ധിച്ചും നമ്മുടെ മുൻഗാമികൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ ആഫത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന കൂടി ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അള്ളാഹ്. വീഡിയോ പൂർണ്ണമായും കാണുക, പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു മാഷാ അള്ളാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. മസ്ജിദുൽ ഹറമിൽ മഖാം ഇബ്രാഹിമിന്റെ ചാരത്ത് ദർസ് നടത്തിയിരുന്ന മഹാനായ ഷാഫിഈ പണ്ഡിതൻ അല്ലാമ അബ്ദുൽ ഹമീദ് അലി അൽ ഖുദ്സി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കൻസുൻ നജാഹി വസുറൂർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. കശ്ഫിന്റെയും തംകീനിന്റെയും അവകാശികളായ ചില ആത്മജ്ഞാനികൾ പറയുന്നു, എല്ലാ വർഷവും സ്വഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച 3,20,000 ആഫത്തുകളെ ഇറക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ദിനമാണ് സ്വഫറിലെ അവസാനത്തെ ബുധൻ, അതായത് ഇന്നത്തെ ദിവസം. ആരെങ്കിലും ഈ ദിനം 4 റക്അത്ത് നിസ്കരിക്കുകയും എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കൗസർ 17 തവണ, ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്നുള്ള സൂറത്ത് 17 തവണ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 5 തവണ, സൂറത്തുൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഈ സൂറത്ത് 1 തവണ, സൂറത്തുൻ നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നുള്ള സൂറത്ത് 1 തവണ. ഇങ്ങനെ ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും അവൻ പാരായണം ചെയ്യുക. സാധാരണ 2 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെ അവസാനം സലാം വീട്ടിയതിനു ശേഷം ഇനി പറയുന്ന ദുആ നാം ചെയ്യണം. ഇൻഷാ അല്ലാഹ് ദുആ നമുക്ക് പഠിക്കാം. സ്ക്രീനിൽ കാണുന്ന ആ ദുആയാണ് നാം ചെയ്യേണ്ടത്. ദുആന് മുമ്പായി സൂറത്തു യാസീൻ നാം 1 തവണ ഓതുക. അതിലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് എത്തുമ്പോൾ ആ ആയത്ത് മാത്രം 313 തവണ ഓതുക. എന്നിട്ട് യാസീൻ പൂർത്തിയാക്കുക. തുടർന്ന് സ്ക്രീനിൽ കാണുന്ന ആ ദുആ നാം ചെയ്യുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതഖ്ളീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതുطهرنا بها من جميع السيئات وترفعنا بها أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم اصرف عنا شر ما ينزل من السماء وما يخرج من الأرض إنك على كل شيء قدير. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നിർബന്ധമായും നാം ഈ പ്രാർത്ഥന ചൊല്ലുകയും പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുത്ത് അവരോട് ചൊല്ലാൻ വേണ്ടി പറയുകയും ചെയ്യുക. അല്ലാഹു തആല എല്ലാ ആഫത്ത്, ബലാ, മുസീബത്ത്, വിപത്തുകളെ തൊട്ട് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റു സഹോദരന്മാർ എല്ലാവരെയും
കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.